ഈ ഒരു പോസ്റ്റ് നോക്കിയേ. 3 വയസ്സുകാരി പൊന്നുമോളെ 1 വർഷത്തോളം പീഡിപ്പിച്ച് കൊലയ്ക്ക് കൊടുത്ത ഇവനെ തൂക്കാൻ പറ്റിയില്ലെങ്കിൽ നിയമത്തിൻ്റെ ആ കയറങ്ങ് മുറിച്ചു കളയുക. യോജിക്കുന്നവർ മാത്രം ലൈക്ക് ചെയ്യുന്നതാണ് ഈ ഒരു പോസ്റ്റിൽ പറയുന്നത്. ആ ഒരു പോസ്റ്റ് എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി കാണാം. 4-5 ദിവസം മുമ്പ് ഒരു പൊന്നുമോളെ സ്വന്തം അമ്മ പെരിയാറിൽ എറിഞ്ഞ് കൊന്നു. പാലത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ടിട്ടിട്ട്. ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ ആ കുട്ടി കൊടിയ പീഡനത്തിനിരയായെന്നാണ് നമ്മൾ മലയാളികൾക്ക് അറിയാൻ സാധിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ കുട്ടീനെ 3 വയസ്സ് മുതൽ 4 വയസ്സ് വരെ ആ കാമഭ്രാന്തൻ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാലേ ലജ്ജിക്കണം. അത് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. ഒരു 10-15 വർഷം മുമ്പൊക്കെ നമ്മൾ പറയും അങ്ങ് ഉത്തരേന്ത്യയിലേക്ക് നോക്കൂ, എന്തെല്ലാം ക്രിമിനൽസാണ് അവിടെ നടക്കുന്നുള്ളത് അല്ലേ. ഇന്ന് നമ്മുടെ കാഴ്ചവട്ടിലെത്തി. ആലോചിച്ച് വയ്ക്കുക. അതുപോലെ ഇന്നലെ വാർത്ത എന്താ അറിയോ? 9ാം ക്ലാസ്സുകാരിയെ അച്ഛൻ ലൈംഗികമായി പീഡിപ്പിച്ച് ഗർഭിണിയാക്കി എന്നുള്ളത് പുറത്ത് പറഞ്ഞാൽ കൊന്നു കളയുമെന്നല്ലേ. നാളെ അമ്മമാരാവേണ്ട ഈ കുട്ടികൾക്ക് ആരെ പിന്നെ സംരക്ഷണം കൊടുക്കല്ലേ. അവിടെ പിന്നെ ഈ 4 വയസ്സുകാരുടെ സംഭവത്തിലേക്ക് വരാം. ഇതിനെക്കുറിച്ച് ഞാൻ പല വീഡിയോസും വോയിസും ഒക്കെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ ഈ കുട്ടികൾക്ക് ശിശു സംരക്ഷണം അംഗനവാടി, ഈ അംഗനവാടി ടീച്ചേഴ്സിന് ഈ കാര്യങ്ങളൊക്കെ അറിയാം. അംഗനവാടി ടീച്ചറോട് ഈ പൊന്നുമോൾ കല്യാണി പറഞ്ഞിരുന്നു, എനിക്ക് എൻ്റെ ഇന്ന സ്ഥലത്ത് വേദന ഉണ്ടെന്നുള്ളത്, സ്വകാര്യ ഭാഗത്ത്. അപ്പോൾ ആ ടീച്ചർ വിചാരിച്ചെന്താ എന്തെങ്കിലും മൂത്രത്തിൻ്റെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ആവുമെന്നൊക്കെയാണ് ആ ടീച്ചർ കരുതിയത്. അപ്പം അംഗനവാടി ടീച്ചറോട് എനിക്ക് പറയാനുള്ളത്, ഏതെങ്കിലും കുട്ടികൾ ഇങ്ങനെ നിങ്ങളോട് എന്തെങ്കിലും ഒരു സംശയം പറഞ്ഞാൽ പൊന്നു ടീച്ചർമാരെ നിങ്ങളവരെ കൗൺസിലിങ്ങിന് വിടണം. മനസ്സിലായോ? അപ്പോൾ ഈ 3 വയസ്സ് മുതൽ ഈ 4 വയസ്സ് വരെ ഈ കുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത് വേറെ ആരുമല്ല, സ്വന്തം അച്ഛൻ്റെ അനിയൻ വൃത്തികെട്ടവൻ. ഈ നായിൻ്റെ മോനൊക്കെ ഇങ്ങനത്തെ കാമവിഭ്രാന്തി ഉണ്ടെങ്കിൽ ഉത്സവപ്പറമ്പ് പോയാൽ ഇതിലും നല്ല പാവകളെ കിട്ടൂല. ആ പാവകളെ പീഡിപ്പിക്കുന്നതാണ് നല്ലത്. ഈ പൊന്നുമോളൊക്കെ ഇങ്ങനെ പീഡിപ്പിച്ച് പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പച്ചപ്പുലിയാടി മോള് ഈ തള്ളച്ചി ഈ കുഞ്ഞിനെ കൊന്നെന്നറിയില്ല. പോറ്റാൻ കഴിയില്ലെങ്കിൽ കുട്ടിയെ അനാഥാലയത്തിൽ ഏൽപ്പിച്ചാൽ പോലെ അല്ലേ. ഇങ്ങനത്തെ കുറേ ജാതികളുണ്ട്. ആണുങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ കള്ളുടിച്ചിട്ടാണ് കഞ്ചാവ് വലിച്ചിട്ടാണെന്നെങ്കിൽ പറയാം. പക്ഷെ ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ചെയ്താൽ എന്താ അല്ലേ. എവിടെയോ സംരക്ഷണം, എവിടെ സംരക്ഷണം? ഇതിലൊക്കെ കാരണം എന്താ അറിയോ? നമ്മുടെ ഇന്ത്യയിലുള്ള ഇതാണ് ഭരണഘടനയാണ്. ഞാൻ മുമ്പൊക്കെ വീഡിയോയിൽ പറയലുണ്ട്. പക്ഷെ അത് വിചാരിച്ച് നിങ്ങൾ എന്നെ അംബേദ്കറിൻ്റെ എതിരാക്കണ്ട. അംബേദ്കറൊക്കെ ഈ ഭരണഘടന എഴുതുന്ന സമയത്ത് കേരളത്തിലായാലും മറ്റു സ്ഥലങ്ങളിലായാലും നല്ല നല്ല മനുഷ്യന്മാരിലാണ്. മാവേലി നാടുവാ നീടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആ സമയത്ത് എഴുതിയ ഭരണഘടനയാണ്. പക്ഷെ ആ സമയത്ത് ഉള്ള ആളുകളല്ല ഇന്ന് നമ്മുടെ ഈ ലോകത്തും ഇന്ത്യയിലും കേരളത്തിലും ഞാൻ ഉൾപ്പെടുന്ന മലപ്പുറം ജില്ലയിലുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് സ്ഥിതി? ഒരു ദിവസം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കയറിക്കഴിഞ്ഞാൽ മനം അടുത്ത് പോവുക. ഒന്നൊക്കെ 4-5 കൊലപാതകം, അല്ലെങ്കിൽ 3-4 പീഡനം, അല്ലെങ്കിൽ ഗുണ്ടായിസം. ഇതുകൊണ്ട് ഇങ്ങോട്ട് നിറിക്കെട്ട് നമ്മുടെ ഈ മലയാളക്കര. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ടീച്ചേഴ്സിനോട് പറയാനുള്ളത്, ഇങ്ങനെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ ആ വിഷയത്തിൽ ഇടപെടണം. ഈ ടീച്ചറെ ഈ കുട്ടിയുടെ അമ്മയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഈ പറഞ്ഞിട്ടും ആ തള്ളച്ചി എന്താ ചെയ്തത് അറിയോ? തള്ളച്ചിക്ക് സംശയം വന്നു. കുട്ടീനെ പരിശോധിച്ച് ഈ തള്ളച്ചി എന്ത് ചെയ്തു? ഈ കുട്ടിയെ കൊലപ്പെടുത്തിയ അവള് ആ ഭർത്താവിൻ്റെ അനിയൻ്റെ മുഖത്തിട്ട് പൊട്ടിച്ചെന്ന് മാത്രമാണ് അറിയാൻ സാധിച്ചത്. അതോടുകൂടി ആ പ്രശ്നം അവസാനിച്ചും ചെയ്തു. പിന്നെ ഈ കുട്ടിയെ എന്തിന് കൊലപ്പെടുത്തി എന്നുള്ളത് ഈ അമ്മ ഇന്ന് വരെ വെളിപ്പെടുത്തിയില്ല. പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ ഉരുണ്ട് കളിക്കുകയാണ്. ഇപ്പം നമ്മുടെ സമൂഹവും അതുപോലെ തന്നെ നമ്മുടെ ജഡ്ജ്മെൻ്റൊക്കെ ചില പോലീസുകാരൊക്കെ അവരെ ഒരു മാനസിക രോഗിയായിട്ട് ചിത്രീകരിക്കാനുള്ള പരിപാടിയാണ്. ആ മാനസിക രോഗിയായി ചിത്രീകരിച്ചാൽ അതോടുകൂടെ കഴിഞ്ഞു.
അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ ക്രിമിനൽസിനെ ഓരോ ജില്ലാ ആസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ തലസ്ഥാനത്തെ വെച്ചുകൊണ്ട് ശരിക്കും ഇങ്ങനെ ഇലക്ട്രിക് പോസ്റ്റ് അല്ലെങ്കിൽ ബാറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തൂക്കി ഇങ്ങനെ കൊല്ലണം. അപ്പോൾ പറയൂടെ ആരാചാരന്മാരില്ല എന്നുള്ളത്. ആരാചാരന്മാരാകാൻ ഒരുപാട് ആൾക്കാർ തയ്യാറാണ്. നിങ്ങൾ ലീസ്റ്റ് വിട്ട് നോക്കി, PSCൻ്റെ അല്ലെങ്കിൽ തൂക്കിക്കൊല്ലാൻ ആൾ വേണമെന്ന് നോക്കി, എത്ര ആൾക്ക് വരും? അതിന് തക്കതായ പ്രതിഫലം കിട്ടണുണ്ടോ? എന്നാൽ തൂക്കാൻ എല്ലാവരും തയ്യാറാവും. എന്തായാലും ഈ നിയമം അല്ലെങ്കിൽ ഈ ഭരണഘടന പൊളിച്ചെഴുതേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഓക്കെ, താങ്ക് യു.